ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. FIs ഇന്നലെയും ബയേഴ്സ് ആയിരുന്നു. 258 കോടി രൂപയ്ക്ക് FIs ബൈ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്, കൂടാതെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനീസ് നോക്കാം. HCL, ഗ്രാസിം, ആസ്ട്രൽ, കൂടാതെ തന്നെ പെട്രോനെറ്റ്, സൺ TV, ഐക്കോൺ, നവഭൂപ, വബാഗ്, ടിറ്റാഗ്രഹ്, അരവിന്ദ്, ഇതാണ് മേജർ കമ്പനീസ്. ഇതുമല്ലാതെയും ഏകദേശം 60ഓളം കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അത് മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് സെക്ടറുകളിൽ ഇപ്പോൾ മിഡ് ക്യാപ്പിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ വളരെ വലിയ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സെക്ടറാണ്. മിഡ് CP നിഫ്റ്റിയിലും തന്നെ ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. ഇനി FIs നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയേഴ്സാണ് ഈ മന്ത്ലി അടിസ്ഥാനത്തിൽ 5000 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട് FIs. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും ഇടിവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് രണ്ടും മിക്സ്ഡ് ആയിരുന്നു. ഇന്നലെ ഇന്ത്യ വിക്സ് 3% ക്രാഷ് ചെയ്തിരുന്നു. ജപ്പാനും കൊറിയയും ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസ് ആണ്, എന്നാൽ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിങ്. കൂടാതെ ബ്രെൻഡ് ഓയിൽ 90 എത്തി. ബിറ്റ് കോയിൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സിൽവർ 65. ഗോൾഡ് സ്പൈക്ക് ചെയ്തു. $21 സ്പൈക്ക് ചെയ്ത് $4389 എന്ന നിലയിലാണ് ഗോൾഡ് നിൽക്കുന്നത്. 4000 ഗോൾഡ് $4000 പെർ ഔൺസിന് സസ്റ്റെയിൻ ചെയ്തിരുന്ന ഗോൾഡ് വളരെ പെട്ടെന്ന് തന്നെ തിരികെ കയറി ഗോൾഡിലൊക്കെ നിക്ഷേപിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം നേട്ടം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഡോക്ടർ റെഡ്ഡിയും റിലയൻസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ, വലിയ ഇമ്പാക്റ്റുകളൊന്നും തന്നെ അസോഫ് നൗ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇറാൻ ഇഷ്യൂവിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ എന്താണ് ഇറാനിലുള്ള സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ ഈ അമേരിക്ക ഇറാൻ്റെ ഫ്രീസ് ചെയ്ത അസറ്റുകളെല്ലാം തന്നെ അൺഫ്രീസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നയത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായിട്ടും തുറക്കില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഷിപ്പിംഗ് അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല മേഖലകളിലും ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യതകൾ ഉണ്ട്. ഇതിനിടെ ട്രംപ് ഇറാനുമായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഓൾറെഡി $90 ആണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഗൾഫ് മേഖലയിൽ കുറച്ച് അധികം ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നുണ്ട്. അതല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെയൊക്കെയാണ് 25,000 മറികടക്കാനായിട്ടുള്ള വെമ്പൽ കൊള്ളുന്ന നിഫ്റ്റിയാണ് നമ്മൾ കാണുന്നത്. കാരണം FIസിൻ്റെ ഭാഗത്തുള്ള ബൈങ് ഉണ്ടല്ലോ. പക്ഷെ എന്നിട്ടും അത് നിഫ്റ്റിക്ക് സാധ്യമാകാത്തത് ഈ ഗൾഫ് മേഖലയിൽ ഇപ്പോഴും ഒരു അസ്ഥിരത തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പക്ഷേ ബിറ്റ് കോയിനിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബിറ്റ് കോയിനിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യൻ ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ അറിയിച്ചാൽ മതി. നമ്മൾ കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കോഴിക്കോടും കൊച്ചിയിലും സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഉണ്ട്. ഓഫ്ലൈനായിട്ട് വരാം, പങ്കെടുക്കാം. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനിൽ ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സ്റ്റോക്കിലെ വാർത്തയിൽ ആദ്യം JSW പെയിൻ്റാണ്. നെറ്റ് പ്രോഫിറ്റിൽ 12% year-on-year കുറവ് രേഖപ്പെടുത്തി. ഇവർ 91 കോടി രൂപയിൽ നിന്ന് 79 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. മണപ്പുറം നെറ്റ് പ്രോഫിറ്റ് 138 നിന്ന് 584 പ്രോഫിറ്റ് ഉയർന്നിരുന്നു. PE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 39% year-on-year ഡിക്ലൈൻ, കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. ടെനാക്കോ ക്ലീൻ എയർ ലിമിറ്റഡ് കമ്പനി ഇവിടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ ഇവരുടെ പ്രൊമോട്ടേഴ്സ് എൻറ്റിറ്റി 11% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ലിൻഡെ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2.4% year-on-year ഡിക്ലൈൻ ആയിട്ടുണ്ട് പ്രോഫിറ്റിൽ. ബാറ്റ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 23% year-on-year വർധനവ് രേഖപ്പെടുത്തി.
സൈഡസ് ലൈഫ് സയൻസ് കമ്പനി ആൽഫ 1 എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. RHI മാഗ്നീഷ്യ ഇന്ത്യ കമ്പനി 83% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. NBCC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. BEML കമ്പനിക്ക് 184 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. L&T കമ്പനിക്ക് 1400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. HG ഇൻഫ്ര കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഓറിയൻ്റൽ റെയിൽ കമ്പനി അവർ 10 കോടി രൂപ 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. ഡിഗ്വി ടോർക്ക് ട്രാൻസ്ഫർ സിസ്റ്റം കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി 57 കോടി രൂപയിൽ നിന്ന് 160 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. MMTC 44 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. അശോക് ബിൽഡ്കോൺ 217 കോടി രൂപയിൽ നിന്ന് ഇത്തവണ 128 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. മാൻ ഇൻഡസ്ട്രീസ് അവർ 27 കോടി രൂപയിൽ നിന്ന് 61 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കാം. നെക്സ്റ്റ് വീക്കിൽ 24,550 നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. PCR 0.89 എന്ന നിലയിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ സ്പോട്ട് 24,550 ഉള്ളപ്പോൾ 24,500 തന്നെ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 24,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 25,800 റേഞ്ചുകൾ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുമ്പോൾ 25,000 മേജർ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇനി നമുക്ക് നാളെയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ അതിനിടെ സെൻസെക്സിൻ്റെ എക്സ്പയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. കാരണം ഇന്നാണ് US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് പൊതുവെ US ഇൻഫ്ലേഷൻ ഡേറ്റ വരാറ്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് US ഇൻഫ്ലേഷൻ ഡേറ്റ. അപ്പോൾ അത് വലിയ ഗ്യാപ്പ് അപ്പ് എപ്പോഴല്ല എങ്കിൽ കൂടിയും മിക്ക സമയത്തും വലിയൊരു ഗ്യാപ്പ് അപ്പിനോ ഗ്യാപ്പ് ഡൗണിനോ ഇടയാക്കുന്നുണ്ട് ഈ ഒരു ഡേറ്റ. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക. നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നാളെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കാം. പിന്നെ Q1 റിസൾട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ മിഡ് ക്യാപ്പ് സെക്ടറുകളിലും കമ്പനികളിലാണ് റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ വൈകിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.